വിളിക്കാം. പറയടാ മീനു, നമ്മൾ നാളെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഷൂട്ടേ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടേ. ആ ആണോ? എന്നത്തേക്കാ? അത് ഞാൻ ഡേറ്റ് നോക്കിയിട്ട് അറിയിക്കാം. ആ ഓക്കെ ഓക്കെ. നീ എവിടെയാ? ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? നിനക്കറിയാത്ത ഫ്രണ്ടാ. എനിക്കറിയാൻ പാടില്ലാത്ത ഏത് ഫ്രണ്ടാ നിനക്കുള്ളേ? അതൊക്കെ ഉണ്ട്. ഓ ഓ ഓ, എനിക്ക് മനസ്സിലായി. പാറമട വീട്ടിലെ ഫ്രണ്ട് അല്ലേ? പാറമട വീട്ടിലെ ഏത് ഫ്രണ്ട്? കേടന്നൂരിലല്ലേ? സത്യം പറ, നീ കേശുവിനെ കാണാൻ പോവല്ലേ? ആണെങ്കി എന്താണ് ഉദ്ദേശം? ഇന്ന് നീ അവനോട് ഇഷ്ടം തുറന്നു പറയോ? എന്തിഷ്ടം? വേണ്ട വേണ്ട, എന്റെ അടുത്ത് അടവിറക്കല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് തുറന്നു പറഞ്ഞേക്ക്. അതൊന്നും ശരിയാവില്ല. അവനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്ക. അപ്പൊ വേണ്ട. എന്ത് ശരിയാവില്ലെന്ന്? എല്ലാം ശരിയാവും. നീ കൂടുതലൊന്നും ആലോചിക്കാതെ കാര്യം തുറന്നു പറഞ്ഞു. പറയണോ? പറയുന്നേ. പറയാല്ലേ? പിന്നല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആകല്ലൂ കേട്ട് ആന്ന് കേട്ടെന്ന്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ കൊണ്ട് പുറത്തു പോകുന്നോളാം, പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഒരുപാട് മിഠായി മേടിച്ച് കഴിക്കരുത്. അതുപോലെ തന്നെ ആ കടയിലൊക്കെ ഒരുപാട് പാവകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. അത് ഞാനും അച്ഛനും കൂടെ വന്നിട്ട് മേടിച്ചു തരാം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ പൊക്കോ. ഉറപ്പാണേ? ഓക്കെ, അപ്പൊ ഗുഡ് ഗേൾ. ശരി, ഇല്ല കുഴപ്പമില്ല, ഞാൻ അമ്മൂമ്മനെ വിളിച്ചോളാം. ഓക്കെ. ഇങ്ങ് വാ. എന്താണ് പുതിയ പ്രാങ്കായിട്ട് ഇറങ്ങിയതാ? ഏയ് ഒന്നുമില്ല, ചുമ്മാ ഈ വഴിക്ക് വന്നപ്പോ കേശുവിനെ കാണാൻ വേണ്ടി വന്നതാ. കേശു ഓക്കെ അല്ലേ? കേശുവിന് എന്താ കുഴപ്പം? അല്ല, മെർലിൻ ബ്രേക്കപ്പ്. അത് അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അധികം സംസാരമൊന്നുമില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ചിലപ്പോ ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആണോ? ആന്ന്. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ബ്രേക്കപ്പ് ആയ സമയത്ത് 5-6 ദിവസം നിർത്താതെ കരയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ടപ്പേന്ന് ഒരു ദിവസം കരച്ചിലങ്ങ് നിർത്തി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മിണ്ടിയെ. ഇത് പേടിക്കൊന്നും വേണ്ട. കേശുവിന് അങ്ങനെ കരച്ചിലൊന്നുമില്ല. പിന്നെ നമ്മളുടെ അടുത്തൊക്കെ മിണ്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഡിപ്രഷൻ അകത്തായിരിക്കും. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. സൂക്ഷിക്കാം. പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കൂടെ ഉള്ളതും നല്ലതാ. അതിനും ഞങ്ങൾ ശ്രമിക്കാം. മതി, ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി. യേശുവിന്റെ ഫ്രണ്ട് പ്രാങ്കത്തി എത്തിയാ? എന്താണ് സുഖം. മീനു പറയുമായിരുന്നേ കേശുവിനെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണമെന്ന്. അവന് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അവൻ അങ്ങനെ ഡിപ്രഷൻ വരുത്തൊന്നുമില്ല. അവൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലേ വേറെ 10 പെമ്പിള്ളാര് ഇവിടെ വരും.